ശാന്തമായിരുന്ന് അങ്ങനെ സൂര്യാസ്തമയമടക്കം കാണാനെത്തുന്ന കോട്ടയത്തെ ഒരു കുന്നിൻ മുകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ആദ്യ യാത്ര. കൂരോപ്പടയിലുള്ള മാതൃമലയെക്കുറിച്ചാണ് പറയുന്നത്. ഈ കുന്നിൻ മുകളിൽ എത്തിയാൽ 3 ജില്ലകൾ കാണാനാകും. അപ്പോൾ 3 ജില്ലകളിലേക്ക് പോകേണ്ട, ആ 3 ജില്ലകൾ നമുക്ക് ഒരുമിച്ച് ഒറ്റ സ്ഥലത്തിരുന്ന് കാണാൻ പറ്റും. അതാണ് പ്രത്യേകത. അപ്പോൾ നേരെ മാതൃമലയിലേക്കാണ് യാത്ര. കോട്ടയത്ത് നിന്നും പാമ്പാടി വഴി കൂരപ്പടയിലെത്തിയാൽ ആ മനോഹര കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം മനം കവരുന്ന കാഴ്ചകളാണ് മാതൃമലയിൽ ഒളിഞ്ഞിരിക്കുന്നത്. ആ സായാഹ്ന കാഴ്ചകളിലേക്ക് നമുക്കൊന്നിച്ചു പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മാതൃമല. കൂരപ്പട പഞ്ചായത്തിലെ ഒരു കുന്നാണ്. ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകൾ തന്നെയാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത 3 ജില്ലകൾ ഇവിടെ നിന്ന് കാണാമെന്നുള്ളത് തന്നെയാണ്. അതായത് ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, ഒപ്പം തന്നെ ആലപ്പുഴ ജില്ല. ഈ 3 ജില്ലകളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. മാതൃമലയിലെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊന്നും കൂടിയുണ്ട്. അത് ഇവിടുത്തെ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രമാണ്. കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. അത് ഏവരെയും ആകർഷിക്കുന്നതുമാണ്. അധികമാരും ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടേക്ക് എത്തുന്നവരും കുറവാണ്. അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മാതൃമലയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നവർക്ക് വളരെ വേഗം ഇവിടേക്ക് എത്താൻ സാധിക്കും. ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ എത്തിയാൽ മനോഹരമായ സൂര്യാസ്തമയമാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കുറച്ചുനേരം ഇവിടെ വന്ന് ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കിയിരുന്നാൽ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ശാന്തമാകും. അത്രത്തോളം മനോഹരമാണ് ഈ മാതൃമലയിലെ കാഴ്ചകൾ. എന്തായാലും ആ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അനന്തു സുരേഷിനൊപ്പം ടോബി ജോൺസൺ, 24. ടോബിയ ഇരുന്ന് അത് സംസാരിച്ചപ്പോൾ അത് കാണുമെന്ന് നമുക്കറിയാം. വളരെ കൂളിംഗ് ആയിട്ടുള്ളൊരു നല്ലൊരു സൂത്തിങ് സ്പേസ് ആണത്. അപ്പോൾ മാത്രമല്ല 3 ജില്ലകളിലെ കാഴ്ചകൾ ഒരേ സമയം കാണാമെന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ മാതൃമലയിലേക്കൊരു യാത്ര അത് മറക്കേണ്ട. ആ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നേരെ വെച്ച് പിടിക്കാം. നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും അത്.